നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും വരാനിരിക്കുന്ന 2026 വിഷുദിനത്തിന്റെ എല്ലാവിധ ഐശ്വര്യങ്ങളും നേരുന്നു. 2026 ഈ വിഷു വെറുമൊരു പുതുവർഷ ആരംഭമല്ല, മറിച്ച് ഞാനീ പറയുന്ന 11 നക്ഷത്രജാതരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്ന മഹാഭാഗ്യത്തിന്റെ സമയമാണ്. ഇവരുടെ ജീവിതത്തിലെ ദുരിതങ്ങളും വർഷങ്ങളായി വേട്ടയാടുന്ന ദുഃഖങ്ങളും മാറ്റമില്ലാത്ത ദാരിദ്ര്യവും വലിയ കടബാധ്യതകളും ഈ വിഷുപുലരിയോടെ പടിയിറങ്ങുകയാണ്. ഇനി വരുന്നത് കോടീശ്വര യോഗത്തിന്റെ നാളുകൾ തന്നെയാണ്. എല്ലാ രീതിയിലും സമൃദ്ധി വന്നുചേരും. ജീവിതത്തിലെ കഷ്ടപ്പാടുകളൊക്കെ മാറി ഈ 11 നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്ന അത്തരമൊരു വലിയ ഭാഗ്യമാണ് ഈ നക്ഷത്ര ജാതകരെ കാത്തിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കറിയാം ഈ ഭാഗ്യ നക്ഷത്ര ജാതകർക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച്. 2026 വിഷു ഈ 11 നക്ഷത്ര ജാതരുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യമാണ്. ഇവരുടെ കടങ്ങളൊക്കെ മാറുന്നു. വലിയ നിലയിൽ ജീവിക്കാനുള്ള ഒരു വലിയ യോഗം ഇവർക്ക് വന്നുചേരുന്നു. കാലങ്ങളായി ഇവർ അനുഭവിച്ച ദുരിത ദുഃഖങ്ങളൊക്കെ നീങ്ങി ഈ 11 നക്ഷത്ര ജാതകർക്ക് അവരുടെ ജീവിതത്തിൽ സൗഭാഗ്യസമ്പന്നതയിൽ എത്തിച്ചേരാൻ സാധിക്കുന്നു. ഇവർക്ക് മാത്രമല്ല, ഇവരോടൊപ്പമുള്ളവർക്കും ഈ ഒരു ഭാഗ്യം വന്നുചേരും. നമ്മളിൽ പലരും ജീവിതത്തിൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ദാരിദ്ര്യവും അനുഭവിക്കുന്നവരാണ്. ചില വീടുകളിൽ നോക്കിയാൽ ദിവസവും പോരാട്ടം, ചെറിയ കാര്യങ്ങൾക്കു പോലും വലിയ പരിശ്രമം, മനസ്സിൽ ഒരുപാട് വേദനയും നിരാശയും. എന്നാൽ ജീവിതം എല്ലായ്പ്പോഴും ഇങ്ങനെ തന്നെയല്ല. ഒരു സമയത്ത് ഒരുപാട് കാത്തിരിപ്പിന് ശേഷം ഭാഗ്യം വാതിൽ തട്ടും. ആ വീട്ടിൽ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ സൗഭാഗ്യവും സമൃദ്ധിയും ഒന്നുപോലെ ഒഴുകിവരും. ഇപ്പോൾ അത്തരമൊരു ഭാഗ്യകാലമാണ് ഈ 11 നക്ഷത്ര ജാതകരെ തേടിയെത്തുന്നത്. ഈ വിഷുവോടെ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു. ലോട്ടറി ഭാഗ്യം ലഭിക്കാനുള്ള യോഗം, നല്ലൊരു ജോലി കൈവരാനുള്ള അവസരം, സ്വന്തമായി വീട്, വസ്തുവകകൾ നേടാനുള്ള ഭാഗ്യം, മക്കൾക്ക് വിദേശത്ത് മികച്ച ജീവിതം നേടാനുള്ള സാധ്യത. ഇങ്ങനെ പല വിധത്തിലുള്ള അനുഗ്രഹങ്ങളും സൗഭാഗ്യങ്ങളും ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിലേക്ക് കടന്നുവരും. ഇതിനു മുമ്പ് അനുഭവിച്ച എല്ലാ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മാറി സർവ്വ ഐശ്വര്യവും സമാധാനവും നിറഞ്ഞ ഒരു പുതിയ അധ്യായം ആരംഭിക്കും. ഈ വിഷു ഇവർക്കായി ഒരു ഉത്സവം മാത്രമല്ല, ജീവിതം മാറ്റിമറിക്കുന്ന ഒരു പുതുതുടക്കമാണ്. ഈ 11 നക്ഷത്ര ജാതകർക്കും ഈ വിഷുവോടുകൂടി രക്ഷപ്പെടാൻ സാധിക്കുന്നുവെന്നത് അതിശയം തന്നെയാണ്. ഇവർക്ക് സംഭവിക്കാൻ പോകുന്ന വലിയ മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് ഇനി അറിയാം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളുടെ ഒരു ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും നൽകുന്ന ലൈക്കും എഴുതുന്ന കമന്റുകളും ഞാൻ കാണുന്നുണ്ട്. അതെല്ലാം ഞാൻ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് ഓരോ വീഡിയോയും ഒരുക്കുന്നത്. നിങ്ങളുടെ ഈ സ്നേഹവും പിന്തുണയും തന്നെയാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്കിനി ആ ഭാഗ്യമുള്ള നക്ഷത്ര ജാതകരെ ഓരോരുത്തരായി അറിയാം. അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാം. ഇത് ഭാഗ്യത്തിന്റെ സമയം, നേട്ടങ്ങളുടെ സമയം, കുടുംബ ഐശ്വര്യം, ആയുരാരോഗ്യം, സമ്പൽ സമൃദ്ധി, ജീവിത വിജയം, മംഗല്യ സൗഭാഗ്യം, ഇഷ്ടസന്താനലാഭം വരെ നൽകുന്ന അനുഗ്രഹകാലമാണിത്. എന്നാൽ ഈ ഭാഗ്യം പൂർണ്ണമായി അനുഭവിക്കാൻ ഒരു ചെറിയ നിർദ്ദേശം. വിഷുവിന്റെ അന്ന് വ്രതശുദ്ധിയോടെ ക്ഷേത്രദർശനം നടത്തുക. അതിനു മുൻപ് ദിവസത്തിൽ മത്സ്യവും മാംസവും ഒഴിവാക്കി വിഷു ദിവസം ക്ഷേത്രത്തിൽ പോയി കുറഞ്ഞത് ഒരു അർച്ചനയെങ്കിലും നടത്തുക. അങ്ങനെ ചെയ്യുന്ന ഈ 11 നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിലെ ദുരിതങ്ങളും ദുഃഖങ്ങളുമെല്ലാം മാറി സർവ്വ ഐശ്വര്യത്തിന്റെ ഒരു പുതിയ വർഷത്തിലേക്ക് കടക്കാൻ സാധിക്കും. അതിനുശേഷം ഭാഗ്യം നിങ്ങളെ തേടിയെത്തും. വലിയ വീട്, മികച്ച ജോലി, വിദേശ അവസരങ്ങൾ, കുബേരയോഗം പോലെ ഉയർന്നൊരു ജീവിതം നിങ്ങളെ കാത്തിരിക്കുന്നു. ഇപ്പോൾ ആ ഭാഗ്യത്തിന്റെ തുടക്കമായി വരുന്ന ആദ്യത്തെ 3 നക്ഷത്ര ജാതകർ മീനരാശിക്കാരാണ്. പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഇതുവരെ അനുഭവിച്ച സങ്കടങ്ങളൊക്കെ മാറി സൗഭാഗ്യവും സമൃദ്ധിയും നിറഞ്ഞ ഒരു പുതിയ കാലഘട്ടം ആരംഭിക്കുകയാണ്. അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സമയം ഭാഗ്യമാണ്, നേട്ടമാണ്, സർവേശ്വര്യമാണ്. മീനരാശിക്കാർ
ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയ പ്രശ്നമല്ല. കാലങ്ങളായി ഇവർ അനുഭവിക്കുന്ന ദുരിത ദുഃഖങ്ങളാണ് ഇവരെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. ഇവർ ജ്യോത്സ്യന്മാരെ പോയി കാണാറുണ്ട്. അവർ പറയുന്ന ഉപദേശപ്രകാരം ക്ഷേത്രദർശനം നടത്താറുണ്ട്. ആദ്യമൊക്കെ ഒരു മാറ്റം വരും, പിന്നീട് കാര്യങ്ങളൊക്കെ തദൈവ. ആദ്യത്തെ മാറ്റം കഴിഞ്ഞതിനു ശേഷം പിന്നെ വലിയ പുരോഗതിയൊന്നും മുൻകടങ്ങളും അനുഭവിച്ചവരാണവർ. ഇത് കേൾക്കുന്ന നിങ്ങളിൽ പലർക്കും തോന്നും, എന്റെ ജീവിതവും ഇതുപോലെ തന്നെയല്ലേ എന്ന്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പ്രശ്നമല്ല. കാലങ്ങളായി പിന്തുടർന്ന ദുരിതങ്ങളാണ് ഇവരെ ഇങ്ങനെ പരീക്ഷിച്ചത്. പക്ഷേ ഇപ്പോൾ ഇവർക്കായി ഒരു വലിയ മാറ്റത്തിന്റെ സമയം എത്തിയിരിക്കുകയാണ്. കാലങ്ങളായി അനുഭവിച്ച എല്ലാ കഷ്ടപ്പാടുകളും മാറി ദൈവാനുഗ്രഹത്തിന്റെ ഒരു പുതിയ അധ്യായം ആരംഭിക്കുന്നു. ഇനി ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളുമൊക്കെ മാറി നേട്ടങ്ങളിലേക്കും ഉയർച്ചകളിലേക്കും ഇവരെത്തും. ഇത് സാധാരണ ഭാഗ്യമല്ല, മീനരാശിക്കാരുടെ സുവർണ കാലഘട്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതൊരു കോടീശ്വര യോഗം പോലെയുള്ള സമയം തന്നെയാണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ സ്വപ്നം കണ്ട വലിയ കാര്യങ്ങൾ പോലും സാക്ഷാത്കരിക്കാൻ കഴിയുന്ന സമയമാണ്. 7 ശനിയുടെ കാലഘട്ടമൊക്കെ ആയിരുന്നു. എന്നാൽ അതൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഇനി ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളുമൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കുമൊക്കെ ഇവരെത്തും. പണക്ലേശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം, പക്ഷേ മാറുകയാണിനി. ധനപ്രശ്നങ്ങൾ ഉണ്ടായിരുന്നേക്കാം, പക്ഷേ ഇനി അത് മാറും. സമ്പന്നതയിലേക്ക് നീങ്ങുന്ന സമയം ആരംഭിച്ചു. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടാൻ കഴിയുന്ന ഘട്ടമാണിത്. കാരണം ഇപ്പോൾ നിങ്ങളോടൊപ്പം ദൈവാനുഗ്രഹമുണ്ട്. ഭാഗ്യം ഒന്നിനു പുറമെ മറ്റൊന്നായി നിങ്ങളെ തേടിയെത്തും. ശുക്രൻ ജന്മരാശിയുടെ 2ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ധനാഭിവൃദ്ധി, ആഡംബര ജീവിതം, കുടുംബസൗഖ്യം, അധികാരസ്ഥാനങ്ങളിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ഇവയെല്ലാം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. അതെ, ഇത് കണ്ടകശനിയുടെ കാലമായിരുന്നേക്കാം, പക്ഷേ ആ കഠിനഘട്ടം അവസാനിക്കുകയാണ്. ഇനി നിങ്ങൾ രക്ഷപ്പെടും. സൗഭാഗ്യവും സമൃദ്ധിയും നിറഞ്ഞ ജീവിതത്തിലേക്കുയരും. മീനരാശിക്കാർ ഇപ്പോൾ ഭാഗ്യത്തിന്റെ കൊടുമുടിയിലേക്കാണ് ഉയരുന്നത്. ഇത് മീനരാശിക്കാരുടെ സുവർണ കാലഘട്ടമാണ്. ഞാൻ പറയും ഇതിന് കോടീശ്വര യോഗം എന്ന്. കാരണം ഇവരുടെ ജീവിതത്തിൽ ഏറ്റവുമധികം നല്ല നാളുകളിലേക്കാണ് ഇവരെത്തുന്നത്. ഇത് മീനരാശിക്കാരുടെ കണ്ടകശനികാലം കൂടിയാണ്. പക്ഷേ ദുഃഖങ്ങളൊക്കെ മാറുകയാണ്. അതവിടെ നിന്നോട്ടെ. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, കണ്ടകശനിയുടെ കാലമെന്ന്. അതൊക്കെ കഴിയും, നിങ്ങൾ രക്ഷപ്പെടും. ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യ സമ്പന്നതയിലും നിങ്ങൾക്കെത്തിച്ചേരാൻ സാധിക്കും. അടുത്തതായി ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും മാറി പൂർണ്ണമായും രക്ഷപ്പെടാൻ പോകുന്ന നക്ഷത്രജാതകർ മകരക്കൂറുകാരാണ്. ഉത്രാടം, തിരുവോണം, അവിട്ടം. ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച മകരക്കൂറുകാർക്ക് ഇത് ഭാഗ്യത്തിന്റെയും നേട്ടത്തിന്റെയും സൗഭാഗ്യസമ്പന്നതയുടെയും സമയമാണ്. ഇനി നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ജീവിതം നിങ്ങൾക്ക് കൈവരിക്കാൻ പോകുകയാണ്. നിങ്ങൾ ഏറെ നാളായി സ്വപ്നം കണ്ട ഒരു വലിയ ബ്രാൻഡിലുള്ള വാഹനം പോലും ഈ വർഷം സ്വന്തമാക്കാൻ കഴിയുന്ന യോഗം കാണുന്നു. ജീവിതത്തിലെ വലിയ സ്വപ്നങ്ങൾ ഇനി സാക്ഷാത്കാരമാകും. ഇത് സാധാരണ മാറ്റമല്ല. ഭാഗ്യം, നേട്ടം, ഉയർച്ച എല്ലാം ഒരുമിച്ച് നിങ്ങളെ തേടിയെത്തുന്ന സമയമാണ്. ഇനി നിങ്ങൾ ജീവിക്കുന്നത് ഒരു സാധാരണ ജീവിതമല്ല. ഒരു VIP പോലെ ഉയർന്ന ജീവിതത്തിലേക്കാണ് നിങ്ങൾ കടക്കുന്നത്. നല്ലൊരു ജോലി, വലിയ കമ്പനികളിൽ നിന്ന് അവസരങ്ങൾ, ഓഫർ ലെറ്ററുകൾ വരെ നിങ്ങൾക്ക് ലഭിക്കും. ഇതോടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളും മാറി ഒരു പുതിയ ഉയർച്ചയിലേക്ക് നിങ്ങളെത്തും. മകരക്കൂറുകാർക്ക് ഇനി ജീവിതം മാറിമറിഞ്ഞ് സൗഭാഗ്യത്തിന്റെ പാതയിലേക്കാണ് മുന്നേറ്റം. അടുത്തതായി ഭാഗ്യം ഒന്നിനുമേൽ ഒന്നായി എത്തിച്ചേരുന്ന നക്ഷത്രജാതകർ ചിങ്ങക്കൂറുകാർ തന്നെയാണ്. മഘം, പൂരം, ഉത്രം. ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച നിങ്ങൾക്ക് ഇത് പ്രതിസന്ധികൾ അവസാനിക്കുന്ന ഒരു നിർണായക കാലഘട്ടമാണ്. ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരും. കുടുംബസ്വത്ത് ലഭിക്കാനോ, പുതിയൊരു വസ്തു വാങ്ങാനോ, സ്വന്തമായി വീട് പണിയാനോ, അല്ലെങ്കിൽ ഒരു വലിയ കൊട്ടാരം പോലുള്ള ജീവിതം സൃഷ്ടിക്കാനോ നിങ്ങൾക്ക് ശക്തമായ യോഗം കാണുന്നു. പ്രത്യേകിച്ച് വടക്ക് ദർശനമുള്ള വസ്തുക്കൾ നിങ്ങൾക്ക് കൂടുതൽ ഐശ്വര്യവും സമൃദ്ധിയും നൽകും. ബിസിനസ്സിനായി
വലിയ വാഹനങ്ങൾ വാങ്ങാൻ ആലോചിക്കുന്നവർക്ക് ഇത് ഏറ്റവും അനുയോജ്യമായ സമയം തന്നെയാണ്. ഭാഗ്യം, നേട്ടം, ഉയർച്ച എല്ലാം ഒരുമിച്ച് നിങ്ങളെ തേടിയെത്തുന്ന ഘട്ടം. വിദേശത്തൊക്കെ നിൽക്കുന്ന, കാനഡയിലും ഓസ്ട്രേലിയയിലുമൊക്കെ നിൽക്കുന്നവർക്ക്, ജർമ്മനിയിലുമൊക്കെ നിൽക്കുന്നവർക്ക് ഇത് ഭാഗ്യത്തിന്റെയും നേട്ടത്തിന്റെയും സൗഭാഗ്യസമ്പന്നതയുടെയും സമയമാണ്. ഈ വിഷു നിങ്ങളെ ഒരു കോടീശ്വര യോഗത്തിലേക്ക് ഉയർത്താനുള്ള തുടക്കമാകും. അതുകൊണ്ട് ഒരു കാര്യം മറക്കരുത്. ക്ഷേത്രദർശനം നിർബന്ധമായും നടത്തണം. ഏത് ക്ഷേത്രത്തിൽ എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ അവസാനം വിശദമായി പറയാം. അടുത്തതായി വലിയൊരു ഉയർച്ചയിലേക്ക് കടക്കാൻ പോകുന്ന നക്ഷത്രജാതകർ മേടരാശിക്കാരാണ്. അശ്വതി, ഭരണി, കാർത്തിക ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച നിങ്ങൾക്ക് ഇത് ഭാഗ്യത്തിന്റെയും നേട്ടത്തിന്റെയും സൗഭാഗ്യസമ്പന്നതയുടെയും സമയമാണ്. ഇനി നിങ്ങൾക്ക് മുന്നിൽ തുറക്കുന്നത് അവസരങ്ങളുടെ പുതിയ ലോകമാണ്. വിദേശത്ത് പോകാനുള്ള യോഗം ശക്തമാണ്. നിങ്ങളേറെ നാളായി ആഗ്രഹിച്ച കാര്യങ്ങൾ ഇനി ഒന്നിനു പുറമേ ഒന്നായി സാക്ഷാത്കരിക്കും. ഒരു വീടുപണി പൂർത്തിയാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ വലിയൊരു ബംഗ്ലാവോ മികച്ചൊരു ഫ്ലാറ്റോ സ്വന്തമാക്കാൻ കഴിയുന്ന സമയം. പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിന്നുള്ള വരുമാനവും നേട്ടങ്ങളും നിങ്ങളെ വലിയ സമ്പന്നതയിലേക്ക് എത്തിക്കും. ഇത് ചെറിയ മാറ്റമല്ല, ജീവിതം മാറിമറിയുന്ന ഒരു ഘട്ടമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നേടാൻ കഴിയുന്ന ഉറച്ച സമയം. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായി ഭാഗ്യവും സമയവും ഒന്നിച്ചിരിക്കുന്നു. സർവൈശ്വര്യത്തിലേക്കുള്ള യാത്രയാണിത്. നേട്ടങ്ങളിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങൾ വേഗത്തിൽ മുന്നേറും. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വലിയ വഴിത്തിരിവാണ്. അതുകൊണ്ട് ആത്മീയ വിശ്വാസത്തോടെ മുന്നോട്ടു പോവുക. ദൈവാനുഗ്രഹം നിങ്ങളോടൊപ്പമുണ്ടാകും. നക്ഷത്രഫലങ്ങൾ മാത്രം മതിയാകില്ല. അതോടൊപ്പം നിങ്ങളുടെ കഠിനാധ്വാനവും കൂടി ചേർന്നാൽ മാത്രമേ വലിയ വിജയങ്ങൾ സാക്ഷാത്കരിക്കാനാകൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് തോന്നിയെങ്കിൽ ഒരു ലൈക്ക് നൽകാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ നക്ഷത്രം താഴെ കമന്റ് ചെയ്യൂ. എല്ലാവർക്കും ഞാൻ മറുപടി നൽകാൻ ശ്രമിക്കുന്നതാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഐശ്വര്യപൂർണമായ വിഷു ആശംസകൾ. പോകേണ്ട ക്ഷേത്രങ്ങൾ: ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രവും ശിവക്ഷേത്രവും. അവിടെ പോയി യഥാശക്തി വഴിപാടുകൾ അർപ്പിച്ച് ആത്മവിശ്വാസത്തോടെയും ഭക്തിയോടെയും മുന്നോട്ടു പോകൂ.